മിസ് സ്റ്റാർട്ട് ചെയ്യുവാണേ. ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ ഇന്നലെ ഗ്രൂപ്പ് തിയറിയുടെ ഫസ്റ്റ് പാർട്ട് നോക്കിയായിരുന്നു. അതിൽ നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്തായിരുന്നു? സിമെട്രി എലമെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇന്നലെ ഫസ്റ്റ് എലമെന്റ് ആയിട്ടുള്ള ആക്സിസ് ഓഫ് റൊട്ടേഷൻ നമ്മൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. ആക്സിസ് ഓഫ് റൊട്ടേഷൻ്റെ അകത്ത് CN ആക്സിസ് എങ്ങനെ നമ്മൾ ഒരു ട്രിക്ക് വെച്ചിട്ട് എങ്ങനെ നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള C2ന്റെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അങ്ങനെയുള്ള ഒരു ട്രിക്ക് ഒക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു. കുറെ എക്സാമ്പിൾസ് നമ്മൾ 2Dയിൽ റെപ്രസെന്റ് ചെയ്ത് കാണിച്ചു, 3Dയിൽ റെപ്രസെന്റ് ചെയ്ത് കാണിച്ചു. ഓക്കെ, അപ്പൊ നമുക്കിന്ന് രണ്ടാമത്തെ എലമെന്റ് ആയിട്ടുള്ള സിമെട്രി എലമെന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് സിമെട്രിയെ നോക്കാം. സോ ഓക്കെ, POS എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് സിഗ്മ എന്നിവരെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതിൽ തന്നെ നമ്മൾ മെയിൻ ആയിട്ടും 3 സിമെട്രി ആണ് ഇതില്. പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് സിമെട്രിയില് 3 എണ്ണമാണ് നമ്മള് ഇത് നമ്മൾ മിറർ ഇമേജസിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇത് സിഗ്മ. മിറർ ഇമേജസിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇത് തന്നെ 3 ടൈപ്പ് ഉണ്ട്. സിഗ്മ V ഉണ്ട്, സിഗ്മ H ഉണ്ട്, സിഗ്മ D ഉണ്ട്. ഓക്കെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മിറർ റിഫ്ലക്ഷൻ. നമ്മൾ റിഫ്ലക്ഷൻ വെച്ചുകൊണ്ടുള്ള ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള മോളിക്യൂൾസിനെ നമുക്ക് എങ്ങനെ ഒബ്സർവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഫുൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഈ റിഫ്ലക്ഷൻ തന്നെ നമുക്ക് 3 ടൈപ്പിൽ ചെയ്യാം. സിഗ്മ V ഉണ്ട്, സിഗ്മ H ഉണ്ട്, സിഗ്മ D ഉണ്ട്. ഓക്കെ, ഇതിൽ ഓരോന്നായിട്ട് ഞാൻ എന്താണെന്ന് പറയാം. സിഗ്മ V എന്ന് വെച്ചാല് സിഗ്മ V എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് റൊട്ടേഷന് പാരലൽ ആയിട്ടുള്ള ഒരു പ്ലെയിൻ ആണ്. ഇത് പ്ലെയിൻ ഓഫ് സിമെട്രി ആണ്. അപ്പം നമ്മൾ ഇവിടെ പറയുന്നത് ഒരു പ്ലെയിനിൽ എബൌട്ട് ആയിട്ടാണ് നമ്മളിവിടെ ചെയ്തത്. ഇന്നലെ നമ്മൾ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്തായിരുന്നു പറഞ്ഞത്? ആക്സിസ് ഓഫ് റൊട്ടേഷൻ അത് പറഞ്ഞത് ഒരു ലൈൻ എബൌട്ട് ആയിട്ട് നമ്മൾ നമ്മുടെ മോളിക്യൂൾസിനെ മൂവ് ചെയ്യുന്നു. അങ്ങനെ ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള ഇമേജസ് ഒബ്റ്റെയിൻ ചെയ്യുന്നു. ഇവിടെ നമ്മളൊരു പ്ലെയിനിലായിട്ടാണ് നമ്മൾ മൂവ്മെന്റ് നടത്തിക്കുന്നത്. അപ്പോൾ എങ്ങനെയുള്ള അത് നമ്മൾ പല പ്ലെയിനുകൾ നമ്മളിവിടെ എടുക്കുന്നുണ്ട്. നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസിനെ പാരലൽ ആയിട്ട് ഒരു പ്ലെയിൻ എനിക്ക് കൺസിഡർ ചെയ്യാം. ആ പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു പ്ലെയിൻ എനിക്ക് കൺസിഡർ ചെയ്യാം. ഇനി നമ്മളുടെ ആ ആക്സിസുകളെ കട്ട് ചെയ്തുകൊണ്ട് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പ്ലെയിൻ, അങ്ങനെ 3 പ്ലെയിനിലൂടെ എനിക്ക് ഈ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. പ്ലെയിൻ ഓഫ് സിമെട്രി എന്ന് പറയുന്നത് ഒരു മിറർ, നമ്മൾ ഒരു 2 ഒബ്ജക്റ്റിന് നടുക്ക് ഒരു മിറർ വെച്ച് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിന്റെ റിഫ്ലക്ഷൻ നമുക്ക് നടത്താൻ പറ്റുമല്ലോ. അങ്ങനെ ഒരു റിഫ്ലക്ഷൻ ചെയ്തിട്ട് നമുക്ക് ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റ് കിട്ടുന്നത്, നമ്മുടെ ഇമേജ് ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള ഇമേജ് കിട്ടുന്നതിനെ കുറിച്ചാണ് നമ്മൾ പ്ലെയിൻ ഓഫ് സിമെട്രിയിൽ നമ്മൾ നോക്കുന്നത്. ഇത് തന്നെ 3 ടൈപ്പിൽ ചെയ്യാം. സിഗ്മ V, സിഗ്മ H, സിഗ്മ D. ഓക്കെ, സിഗ്മ V എന്ന് പറയുന്നത് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. ഞാനൊരു എക്സാമ്പിൾ വരച്ച് നിങ്ങളെ കാണിക്കാം. പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, ഇത് നമ്മുടെ വാട്ടർ മോളിക്യൂൾ ഞാൻ എടുത്തു. ഓക്കെ അല്ലേ? ഈ വാട്ടർ മോളിക്യൂളിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് ഏതാ? ഈ നടുവിലൂടെ പോകുന്നതാണ് നമ്മുടെ വാട്ടർ മോളിക്യൂളിന്റെ പ്രിൻസിപ്പൽ ആക്സിസ്. നമ്മൾ ഇന്നലെ കണ്ടതാണ്, C2 ആക്സിസ് ആണ്. ഇനി ഇതിന് പാരലൽ ആയിട്ട് എന്ന് വെച്ചാൽ ഇതിലൂടെ തന്നെ, ഈ പ്രിൻസിപ്പൽ ആക്സിസിലൂടെ തന്നെ പോകുന്ന ഒരു പ്ലെയിൻ ആണിത്. അതാണ് നമ്മൾ പാരലൽ എന്ന് പറഞ്ഞത്. നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് ഞാൻ ഒരു പ്ലെയിൻ വെച്ചു. ഇത് ഞാൻ എനിക്കത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ 1, 2 എന്നീ ഹൈഡ്രജനെ മാർക്ക് ചെയ്യുവാണ്. അങ്ങനെ ഈ നടുവിലൂടെ ഒരു പ്ലെയിൻ വെച്ച് കഴിഞ്ഞാൽ ഈ 1ന്റെ സ്ഥാനത്ത് ആരെയാണ് നമ്മൾ റിഫ്ലക്ട് ചെയ്യുക? 2നെ റിഫ്ലക്ട് ചെയ്യും. 2ന്റെ സ്ഥാനത്ത് ആരെ റിഫ്ലക്ട് ചെയ്യും? 1നെ റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ ഇമേജ് ഞാൻ വരച്ച് കാണിക്കാം. നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസിന്റെ അതേ ലൈനിലൂടെ, അതേ സൈഡിലൂടെ തന്നെ ഒരു പ്ലെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നതിനെയാണ് സിഗ്മ V എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു സിഗ്മ V ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത്, ഈ വാട്ടർ മോളിക്യൂളിൽ ഫൈനൽ ആയിട്ട് എനിക്ക് കിട്ടിയത് 1ന്റെ സ്ഥാനത്ത് 2 റിഫ്ലക്ട് ചെയ്തു, 2ന്റെ സ്ഥാനത്ത് 1 റിഫ്ലക്ട് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഇതാണ് സിഗ്മ V. ഇനി ഞാനൊരു
അടുത്ത പ്ലെയിൻ ഓഫ് സിമെട്രി പറയുവാണ് സിഗ്മ എച്ച്. ഈ സിഗ്മ എച്ച് എന്ന് വെച്ചാല് പെർപെൻഡിക്കുലർ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. പെർപെൻഡിക്കുലർ ടു പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു പ്ലെയിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിനൊരു എക്സാമ്പിളൂടെ കാണിക്കാം. ഒരു BF3 മോളിക്യൂള്, ഇതൊരു BF3 മോളിക്യൂളാണ്. ഈ BF3 മോളിക്യൂളിലെ ഈ ബോറോണിലൂടെ നടുക്കൂടെ പോകുന്നതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ്. ആ പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആവുക എന്ന് വെച്ചാൽ എന്താ? ഈ സ്ക്രീനിലൂടെ തന്നെ പോവുക. ഈ ബോറോൺ ആറ്റത്തിന്റെ നടുക്കൂടെ പോകുന്നതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു പ്ലെയിൻ കൺസിഡർ ചെയ്യുക എന്ന് വെച്ചാൽ ഞാൻ ഈ വരച്ച ഈ പ്ലെയിനിലൂടെ, അതായത് ഈ 3 ഫ്ലോറിനും അതുപോലെ ബോറോണും കൂടെ അതിലൂടെ സ്ക്രീനിലൂടെ തന്നെ ഓക്കെ ആ സ്ക്രീനിലൂടെ തന്നെ നമുക്ക് പോകുന്ന ആ ഒരു പ്ലെയിനിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിഗ്മ എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾക്കപ്പം അത് എപ്പോഴും സ്ക്രീനിലൂടെ തന്നെ പോകണം എന്ന് നിർബന്ധമില്ല. നമ്മൾ ഏതാണോ നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ്, ആ പ്രിൻസിപ്പൽ ആക്സിസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ആ സിഗ്മ എച്ച് നമുക്ക് പറയാൻ കഴിയുക. ആ പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന പ്ലെയിൻ ആണ് നമ്മുടെ സിഗ്മ എച്ച് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഒരു മോളിക്യൂളിന് ഒന്നെങ്കിൽ സിഗ്മ എച്ച് ഉണ്ടാവില്ല, അല്ലെങ്കിൽ സിഗ്മ എച്ച് ഉണ്ടെങ്കിൽ തന്നെ അത് only one സിഗ്മ എച്ച് പോസിബിൾ ആവും. അപ്പൊ നമുക്ക് ഒരു മോളിക്യൂളിന് എപ്പോഴും ഒന്നെങ്കിൽ 0 സിഗ്മ എച്ച് ആയിരിക്കും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 സിഗ്മ എച്ച്. ആകെ ഒരു സിഗ്മ എച്ച് ഒരു മോളിക്യൂളിന് പോസിബിൾ ആവൂ, ഒന്നിൽ കൂടുതൽ സിഗ്മ എച്ച് പോസിബിൾ ആവില്ല. പക്ഷേ ഒരു സിഗ്മ വി ആണെങ്കിൽ നമുക്ക് n നമ്പർ ഓഫ് സിഗ്മ വിസ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഈ BF3 തന്നെ ഞാൻ കാണിക്കാം. സിഗ്മ എച്ചിന്റെ കാര്യം ഓർത്തോണം, ഒരു മോളിക്യൂളിന് ഒരു സിഗ്മ എച്ച് പോസിബിൾ ആവുള്ളൂ. സിഗ്മ വി BF3 തന്നെ എക്സാമ്പിൾ ആയിട്ട് പറയാം. BF3യുടെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് C3 ആണ്. അപ്പൊ ഒരു CN ആയിട്ടുള്ള ഒരു മോളിക്യൂളിന് എപ്പോഴും N സിഗ്മ വി ആയിരിക്കും ഉണ്ടാവുക. ഓർത്തോണം, N ആണ് നമ്മുടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എങ്കിൽ n നമ്പർ ഓഫ് സിഗ്മ വിസ് അവർക്ക് പോസിബിൾ ആയിരിക്കും. ഒന്നെങ്കിൽ 0 ആയിരിക്കും, 0 സിഗ്മ വി, അല്ലെങ്കിൽ n നമ്പർ കാണും. അപ്പൊ നമുക്ക് ഒരു സിഗ്മ വി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറയാം ആ n നമ്പർ ഓഫ് സിഗ്മ വി ഇവർക്ക് പോസിബിൾ ആയിരിക്കുമെന്ന്. ഓക്കെ, BF3 എടുത്തു. BF3 എടുത്താല് ഇവർക്ക് നോക്കിക്കേ, ഇതിലൂടെ ഒരു സിഗ്മ വി എനിക്ക് പറയാം, ഒരു ബോറോണും ഒരു ഫ്ലൂറിനിലൂടെ പോകുന്ന. അപ്പൊ ഈ രണ്ട്, ഈ F1ഉം F2ഉം അവിടെ റിഫ്ലക്ട് ചെയ്യും അല്ലേ? ഇനി അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ, അത് ഈ ഒരു ഇതിലൂടെ പോകുന്ന ഒരു പ്ലെയിൻ, ഒരു ബോറോണും ഒരു ഫ്ലൂറിനും, അപ്പൊ ഈ ഒരു എഫും നമുക്ക് റിഫ്ലക്ട് ചെയ്യാം. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു ഇതിലൂടെ പോയാലും ഇപ്പുറത്തെ ഈ 2 ഫ്ലൂറിനെ നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റും. അതായത് ടോട്ടൽ എനിക്ക് 3 സിഗ്മ വി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോ ഒന്നെങ്കിൽ 0 സിഗ്മ വി ആയിരിക്കും ഒരു മോളിക്യൂളിന്, അല്ലെങ്കിൽ അവർക്ക് എത്ര സിഗ്മ വി ആയിരിക്കും? 3 സിഗ്മ വിസ്, അതായത് n നമ്പർ ഓഫ് സിഗ്മ വിസ്. ഇവിടെ BF3 ആയതുകൊണ്ട് 3 സിഗ്മ വി, കാരണം BF3ക്ക് C3 ആക്സിസ് ആയതുകൊണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി കൂടി ഉണ്ട്, സിഗ്മ ഡി. സിഗ്മ ഡി ഇതെന്ന് വെച്ചാല് ഡൈഹെഡ്രൽ പ്ലെയിൻ ഓഫ് സിമെട്രി. ഇതിനെ നമ്മൾ പറയുക ഡൈഹെഡ്രൽ പ്ലെയിൻ ഓഫ് സിമെട്രി എന്നാണ് പറയുക. ഓക്കെ, ഈ സിഗ്മ ഡി എന്ന് പറയുന്നത് നമ്മുടെ 2 C2 ആക്സിസുകളെ, ഇപ്പൊ ഇത് എന്റെ ഒരു C2, ഇത് എന്റെ ഒരു C2, ഈ 2 C2 ആക്സിസുകളെ കട്ട് ചെയ്തുകൊണ്ട് അതിലൂടെ അതിന്റെ ആംഗിളിനെ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പ്ലെയിൻ ആണ് സിഗ്മ ഡി. ക്ലിയർ ആയല്ലോ? നമുക്ക് രണ്ട് പെർപെൻഡിക്കുലർ C2 ആക്സിസിന്റെ
ആംഗിളിനെ കട്ട് ചെയ്ത് ഇടയിലൂടെ പോകുന്ന ഇവിടെ വെക്കുന്ന ഒരു മിറർ, അങ്ങനെ ഉണ്ടാവുന്ന ഒരു പ്ലെയിൻ ഓഫ് സിമ്മട്രീനെയാണ് നമ്മൾ സിഗ്മ ഡി, ഡൈഹീഡ്രൽ പ്ലെയിൻ ഓഫ് സിമ്മട്രി എന്ന് പറയുന്നത്. ഇതിന്റെ ഒക്കെ ഒരു എക്സാമ്പിൾ ഞാൻ വെച്ച് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആകും. ഓക്കെ, ഇനി ഈ സിഗ്മ ഡിയും സിഗ്മ വിയും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഇവര് രണ്ടുപേരും എന്തിന് പാരലൽ ആയിരിക്കും? പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് റൊട്ടേഷന് പാരലൽ ആയിരിക്കും. സിഗ്മ ഡിയും സിഗ്മ വിയും രണ്ടുപേരും പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു മോളിക്യൂളില് സിഗ്മ ഡി ആണോ സിഗ്മ വി ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റുക? രണ്ടുപേരും ഒരേപോലെ തന്നെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് പോകുന്നവരാണ്. അപ്പൊ നമുക്ക് ഇവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമല്ലോ. ഇതിൽ ഏതാണ് സിഗ്മ ഡി, ഏതാണ് സിഗ്മ വി എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യണമല്ലോ. അതിന് നമ്മൾക്ക് ഒരു മെത്തേഡ് ഉണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നത് പറയാം. സിഗ്മ ഡി സിഗ്മ വി എപ്പോഴും പ്രിൻസിപ്പൽ ആക്സിസിന്റെ പാരലൽ ആയിട്ടായിരിക്കും പോവുക. സിഗ്മ എച്ച് പക്ഷേ സിഗ്മ എച്ച് കുഴപ്പമില്ല, അവർ പെർപെൻഡിക്കുലർ ആയിട്ടേ പോവുള്ളൂ. അപ്പൊ നമുക്ക് സിഗ്മ ഡിയെയും സിഗ്മ വിയെയും എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം? അതിനൊരു ട്രിക്ക് ആണുള്ളത്. ഇപ്പൊ നമ്മുടെ മോളിക്യൂളിൽ സിഗ്മ എച്ച് പ്രസന്റ് ആണ്. സിഗ്മ എച്ച് പ്രസന്റ് ആണെങ്കിൽ അവിടെ ഉള്ളത് സിഗ്മ വി ആയിരിക്കും, നോട്ട് സിഗ്മ ഡി. സിഗ്മ ഡി അല്ല. സിഗ്മ എച്ച് പ്രസന്റ് ആണ് നമ്മുടെ മോളിക്യൂളിലെങ്കിൽ അവിടെ നമുക്ക് പാരലൽ ആയിട്ട് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് സിഗ്മ വി ആയിരിക്കും. സിഗ്മ എച്ച് പ്രസന്റ് ആണെങ്കിൽ, ആ ഒരു കേസാണ് പറഞ്ഞത്. സിഗ്മ എച്ച് പ്രസന്റ് ആണെങ്കിൽ നമ്മൾക്ക് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള പ്ലെയിൻ ഓഫ് സിമ്മട്രി എന്ന് പറയുന്നത് ഏതായിരിക്കും? സിഗ്മ വി ആയിരിക്കും, വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമ്മട്രി ആയിരിക്കും. ഇനി സിഗ്മ എച്ച് ആബ്സെന്റ് ആണെങ്കിൽ, നമ്മുടെ മോളിക്യൂളില് സിഗ്മ എച്ച് ആബ്സെന്റ് ആണെങ്കിൽ അവിടെ സിഗ്മ ഡി ആയിരിക്കും പാരലൽ ആയിട്ടുള്ളവർ. ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. ഇഫ് പ്ലെയിൻ ഓഫ് സിമ്മട്രി ബൈസെക്ട്സ് ഒരു കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ബൈസെക്ട് 2C2, രണ്ട് C2 ആക്സിസിനെ ബൈസെക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെയുള്ള സിഗ്മ എച്ച് ആബ്സെന്റ് ആയിട്ടുള്ള കേസിൽ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് പോകുന്ന പ്ലെയിൻ എന്ന് പറയുന്നത് സിഗ്മ ഡി എന്ന് വിളിക്കാൻ പറ്റും. ബട്ട് വെൻ ഇറ്റ് ബൈസെക്ട്സ് 2C2 ആക്സിസ്, ഇത് രണ്ട് C2 ആക്സിസിനെ കട്ട് ചെയ്തു പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു സിഗ്മ ഡി എന്ന് അവരെ വിളിക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആയല്ലോ? നമുക്ക് ഇനി കുറെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ സിഗ്മ ഡി എന്നുള്ള കൺഫ്യൂഷൻ മാറി കിട്ടും. ഇപ്പൊ നിങ്ങൾ ഇത്ര ഓർത്ത് വെച്ചേക്ക. അതൊന്ന് ഞാൻ നോട്ട് ചെയ്ത് കാണിക്കാം. സിഗ്മ എച്ച് പ്രസന്റ് ആണെങ്കിൽ പാരലൽ ആയിട്ടുള്ള പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ആള് സിഗ്മ വി ആയിരിക്കും. ഇനി സിഗ്മ എച്ച് ആബ്സെന്റ് ആണെങ്കിൽ നമ്മൾ അതിനെ സിഗ്മ ഡി എന്നാണ് വിളിക്കുക. പക്ഷെ കണ്ടീഷൻ ഉണ്ട്, രണ്ട് C2 ആക്സിസിനെ ബൈസെക്ട് ചെയ്തുകൊണ്ട് അവർ പോകണം. എങ്കിൽ നമുക്ക് അവരെ ആ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസിനെ എന്ത് വിളിക്കാൻ പറ്റും? സിഗ്മ ഡി ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി അപ്പൊ ഞാനിപ്പം സിഗ്മ വി എന്ത്, സിഗ്മ എച്ച് എന്ത്, സിഗ്മ ഡി എന്ത്, അതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഓരോന്നും കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു 2D റെപ്രസെന്റേഷനിൽ കാണിക്കാം. അതിനുശേഷം ഞാൻ ഇതെല്ലാം ഒരു 3Dയിൽ റെപ്രസെന്റ് ചെയ്ത് കാണിക്കാം. ഞാനിപ്പോ ഒരു വാട്ടർ മോളിക്യൂൾ കൺസിഡർ ചെയ്തു. ഇതാണ് എന്റെ വാട്ടർ മോളിക്യൂൾ. ഈ വാട്ടർ മോളിക്യൂളിന്റെ C2 ആക്സിസ്, പ്രിൻസിപ്പൽ ആക്സിസ് ഇതാണ്. ഇതിലൂടെ ഞാനൊരു പ്ലെയിൻ കൺസിഡർ ചെയ്തു. ഇതാണ് എന്റെ സിഗ്മ വി, ഒരു സിഗ്മ വി ആണ്. അപ്പോ ഇതിൽ സിഗ്മ വി നടത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സിഗ്മ വി ചെയ്ത് കഴിയുമ്പോൾ 2 ഇവിടെ വരും, 1 ഇവിടെ വരും. കാരണം ഇവിടുത്തെ ഉള്ള ആറ്റംസിന്റെ പൊസിഷൻ എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. എപ്പോഴാ? ഇങ്ങനെ ഒരു സിഗ്മ വി ഇവിടെ കൺസിഡർ ചെയ്തപ്പോൾ അല്ലെ. ഇനി ഞാൻ വേറൊരു സിഗ്മ വി എടുക്കുവാണ്. ഇതുപോലെ നമ്മൾക്ക് വേറൊരു സിഗ്മ വിയും കൂടെ കൺസിഡർ ചെയ്യാലോ. എനിക്ക് വേറൊരു സിഗ്മ വിയും കൂടെ വാട്ടർ മോളിക്യൂളിന് പറയാൻ പറ്റും.
അതായത് ഈ ഒരു ബോർഡിലൂടെ പോകുന്ന ഒരു പ്ലെയിന്, ഓക്സിജനെയും ഹൈഡ്രജൻ 1നെയും ഹൈഡ്രജൻ 2നെയും കട്ട് ചെയ്യുന്ന ഒരു പ്ലെയിന്. ഇവിടെ നമ്മുടെ ആറ്റങ്ങളുടെ പൊസിഷനിൽ ഒരു ചേഞ്ച് വരുന്നില്ല അല്ലെ, അതിനെ നമ്മൾ സിഗ്മ വി ഡാഷ് എന്ന് വിളിക്കാം, മാറിപ്പോവായിരിക്കാം. ഇവിടെ ആറ്റത്തിന്റെ പൊസിഷൻ ഒരു ചേഞ്ചും വരുന്നില്ല, പക്ഷേ ഈ നമ്മൾ നേരത്തെ നമ്മുടെ ഒറിജിനൽ മോളിക്യൂളുമായിട്ട് ഇവര് ഐഡന്റിക്കൽ അല്ല. നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന ഒരു മോളിക്യൂൾ ഉണ്ടല്ലോ H1 H2, ഇവര് തമ്മിൽ ഐഡന്റിക്കൽ അല്ല. അതായത് ഇവര് ഇപ്പൊ ഞാൻ ഇത് എനിക്ക് ഫ്രണ്ട് പോർഷൻ ആയിരിക്കും കാണുന്നത്. ഇനി നമ്മൾ വേറൊരു സിഗ്മ വി കൊണ്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ബാക്ക് പോർഷൻ ആയിരിക്കും കാണുക. അതായത് രണ്ടുപേരും ഒരേ പോർഷൻ അല്ല നമുക്ക് മിറർ പ്ലെയിൻ എടുത്തു കഴിയുമ്പോൾ കിട്ടുന്നത്. ഇതിനെ ഞാൻ മിറർ പ്ലെയിൻ എടുത്തു. ഈ ഒറിജിനൽ മോളിക്യൂൾ ഇതാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഈ സ്റ്റാർട്ട് ചെയ്ത മോളിക്യൂളിലെ ആ ബോർഡിലൂടെ ഞാൻ ഒരു പ്ലെയിൻ വരച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് OA H1 H2 ആറ്റങ്ങൾക്ക് മാറുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു മാർക്ക് ചെയ്യുന്നത് എന്താണെന്നറിയാവോ, ഇതിന്റെ ബാക്ക് പോർഷൻ ആയിരിക്കും എനിക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഇവരുടെ ഐഡന്റിക്കൽ ആയിട്ടുള്ളതല്ല ഈ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഇനി ഇവർക്ക് ഒരു തവണയും കൂടെ ഞാൻ സിഗ്മ വി എടുത്തു, സിഗ്മ വി ഡാഷ്, അതായത് വീണ്ടും ഒന്നും കൂടി ഇവരെ ഞാൻ സിഗ്മ വി എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫസ്റ്റ് ആയിട്ടുള്ള ഐഡന്റിക്കൽ മോളിക്യൂൾ കിട്ടും. ക്ലിയർ ആയില്ലേ? ഇവിടെ ഞാൻ ഫസ്റ്റ് നമ്മളെ മോളിക്യൂളിന്റെ ഒരു തവണ സിഗ്മ വി ഡാഷ് എടുത്തപ്പോൾ കിട്ടുന്നത് ആ ഇമേജ് എന്ന് പറയുന്നത് ഐഡന്റിക്കൽ അല്ല. കാരണം ഞാൻ എന്റെ ബാക്ക് പോർഷൻ ആണ് കാണുന്നത്. ഇനി വീണ്ടും ഒരു തവണ കൂടി ഞാൻ സിഗ്മ വി ഡാഷ് എടുത്താലേ ആ ഫ്രണ്ട് പോർഷൻ കാണുള്ളൂ, അതായത് ഒറിജിനൽ മോളിക്യൂൾ എനിക്ക് കിട്ടുള്ളൂ. അതൊരു ഐഡിയ ഒന്ന് മനസ്സിൽ ഓർത്തു വെക്കുക. അപ്പോൾ ആദ്യത്തെ സിഗ്മ വി ചെയ്തപ്പോൾ ആറ്റങ്ങളുടെ പൊസിഷൻ ചേഞ്ച് ചെയ്തു. ആ ബോർഡിലൂടെ ഒരു പ്ലെയിൻ ഞാൻ കൺസിഡർ ചെയ്തപ്പം അവരുടെ ആറ്റത്തിന് ചേഞ്ച് ഒന്നും വരുന്നില്ല, പക്ഷെ അവരുടെ ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷൻ അങ്ങനെ ഒരു ചേഞ്ച് അവിടെ സംഭവിച്ചു. ഓക്കെ, ഞാൻ വേറെ എക്സാമ്പിൾസിലൂടെ പോവാണ്. PtCl4, നമുക്കിത് കൂടുതൽ എക്സാമ്പിൾസ് വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ ഈ ഒരു ഗ്രൂപ്പ് തിയറി എന്നുള്ള ഐഡിയ നമുക്ക് കിട്ടുള്ളൂ. PtCl4 ഇതൊരു പ്ലാനാർ സ്ട്രക്ചർ ആണ്. PtCl4 അല്ലെ, ഒരു പ്ലെയിനിലാണ് ഇവർ കിടക്കുന്നത്. ഇതില് ഇന്നലെ നമ്മൾ കണ്ടു ഇവർക്ക് C4 ആക്സിസ് ആണ് ഉള്ളത്. നമ്മൾ ഈ മോളിക്യൂൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. C4 ആക്സിസ് ഉണ്ട്, 4 C2s പോസിബിൾ ആണ്. C4 എന്ന് പറഞ്ഞ ഈ പ്ലാറ്റിനത്തിലൂടെ കടന്നു പോകുന്ന ഒരു ആക്സിസ് ആണ്, 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇനി ഇതിന്റെ പ്ലെയിൻ ആണ് നമുക്ക് ഇന്ന് പഠിക്കേണ്ടത്. ഇതിന് ഏതൊക്കെ പ്ലെയിൻസ് പോസിബിൾ ആണ്? ഓക്കെ, ആദ്യം ഇവർക്ക് എത്ര സിഗ്മ വി, ഒരു സിഗ്മ വി കണ്ടുപിടിച്ചാൽ, ഞാനൊരു ട്രിക്ക് പറഞ്ഞായിരുന്നു, CN എന്നുള്ളവർക്ക് ഒരു സിഗ്മ വി എങ്കിലും കണ്ടുപിടിച്ചാൽ 4 സിഗ്മ വി അവർക്ക് പോസിബിൾ ആയിരിക്കുമെന്ന്. ഇവിടെ സിഗ്മ വി എന്ന് വെച്ചാൽ എന്താ, ഈ പ്രിൻസിപ്പൽ ആക്സിസിന്, ഇതല്ലേ പ്രിൻസിപ്പൽ ആക്സിസ്, അതിന് പാരലൽ ആയിട്ട് പോകണം. ഇങ്ങനെ നോക്കിക്കേ, ഇതൊരു പാരലൽ ആയിട്ട് പോകുന്ന അല്ലേ ഒരു സിഗ്മ, നമ്മുടെ പ്ലാറ്റിനത്തിലൂടെ തന്നെ കടന്നു പോകുന്ന ഒരു പ്ലെയിൻ ആണിത്. അപ്പൊ ഇവിടെ ഇതിനൊരു സിഗ്മ വി പോസിബിൾ ആണ്. ഈ Cl1 ഈ Cl2 മാർക്ക് ചെയ്തേക്കുന്നത്, അപ്പൊ അവര് റിഫ്ലക്ട് ചെയ്യും. ഇതുപോലെ തന്നെ ഇങ്ങോട്ടൊരു വേറൊരെണ്ണം കൂടെ നമുക്ക്, അപ്പൊ ഇവിടെ ഈ 3ഉം ഈ 4ഉം റിഫ്ലക്ട് ചെയ്യും. അത് രണ്ടാമത്തെ സിഗ്മ വി. മൂന്നാമത്തെ സിഗ്മ വി ഇങ്ങനെ ഇതിലെ പാസ് ചെയ്തു പോകുന്നത്. നാലാമത്തെ സിഗ്മ വി ഇങ്ങനെ നടുവിലൂടെ പാസ് ചെയ്തു പോകുന്നു. അപ്പൊ ടോട്ടൽ 4 സിഗ്മ വി എനിക്കിവിടെ ഒബ്സർവ് ചെയ്യാൻ കഴിഞ്ഞു. ഓക്കെ, ഒരെണ്ണം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി n നമ്പർ ഓഫ് സിഗ്മ വി ഉണ്ടോ നമുക്ക് പറയാലോ. ഇനി ഇതിനൊരു സിഗ്മ എച്ച് കൂടെ ഉണ്ട്, അത് നമുക്ക് എങ്ങനെയാണ് നോക്കാം. നോക്കിക്കോളൂ, അതായത് ഈ ബോർഡിലൂടെ കടന്നു പോകുന്നത് അത് ഇവർക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ പ്ലാറ്റിനത്തിന്റെ ഉള്ളിലൂടെ പോകുന്നതിന് പെർപെൻഡിക്കുലർ ആണ് ഈ സ്ക്രീനിലൂടെ തന്നെ നമ്മൾ എടുക്കുന്ന ഒരു പ്ലെയിൻ. അതായത് ഇവർക്കൊരു സിഗ്മ എച്ച് പോസിബിൾ ആണ്. അപ്പൊ ടോട്ടൽ ഇവർക്ക് 4 സിഗ്മ വിയും ഒരു സിഗ്മ എച്ചും പോസിബിൾ ആണ്. പിന്നെ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ സിഗ്മ ഡി കുറച്ചും കൂടെ ക്ലിയർ ആക്കാനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇവര്. നോക്കിക്കേ, ഇവിടെ ഈ C2വിനും ഈ C2വിനും
ബൈസെക്ട് ചെയ്ത ഒരു പ്ലെയിൻ എനിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അതായത് ഇവിടെ സിഗ്മ ഡിയും പ്രസന്റ് ആണല്ലോ അല്ലെ. ഇതുപോലെ തന്നെ ഇങ്ങനെ ഒരു പ്ലെയിനൂടെ കൺസിഡർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ഇവിടെ സിഗ്മ ഡി തന്നെ രണ്ടെണ്ണം ഉണ്ട്. ബാക്കി മിച്ചമുള്ളത് സിഗ്മ ഡിയും സിഗ്മ വിയും രണ്ടുപേരും പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. അപ്പോൾ എത്ര നമ്പർ ആണ് സിഗ്മ ഡി, എത്ര നമ്പർ ആണ് സിഗ്മ വി എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതിനും ഒരു വഴിയുണ്ട് നമ്മുടെ കയ്യില്. ഇപ്പോൾ n നമ്പർ ഓഫ് സിഗ്മ വി ആണ് ഒരു മോളിക്കൂളിനുള്ളതെങ്കിൽ ഈ n ഈവൻ ആവുകയും ചെയ്താൽ അതിൽ ഹാഫ് സിഗ്മ വിയും ആയിരിക്കും, ഹാഫ് സിഗ്മ ഡിയും ആയിരിക്കും. ഇപ്പൊ നമ്മൾ പ്ലാറ്റിനം PtCl4 കണ്ടില്ലേ, ഈ PtCl4 കണ്ടില്ലേ, ഇതില് രണ്ടെണ്ണം ഇതൊന്ന് സബ് ചെയ്തിട്ട് കാണിക്കാം. PtCl4 ഈ രണ്ട് സീറ്റിനെ കട്ട് ചെയ്ത് പോകുന്ന ഈ ഒരു സിഗ്മ ഡിയും ഇവിടെ ഒരു സിഗ്മ ഡിയും പിന്നെ മിച്ചം ഇങ്ങനെ പോകുന്ന രണ്ട് സിഗ്മ വിയും. അപ്പോ രണ്ട് സിഗ്മ വിയും രണ്ട് സിഗ്മ ഡിയും ആണ് ഇവർക്കുള്ളത്. അതായത് n ഈവൻ അല്ലേ, ഈവൻ ആണെങ്കിൽ നമുക്ക് ഹാഫ് ഹാഫ് ആയിട്ടാണ് സിഗ്മ വി സിഗ്മ ഡി എടുക്കാൻ പറ്റുന്നത്. ഇനി n ഓഡ് ആണെങ്കിൽ എപ്പോഴും ഓർക്കുക അവിടെ സിഗ്മ ഡി ഇല്ല. n ഓഡ് ആണെങ്കിൽ ഒള്ളി സിഗ്മ വി മാത്രമേ ഉള്ളൂ, സിഗ്മ ഡി അവിടെ ഇല്ല. ഓക്കെ അല്ലേ. ഇപ്പൊ ഒരു C3V അങ്ങനെയൊക്കെ ഉള്ള ഒരു പോയിന്റ് ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ സിഗ്മ, അപ്പൊ n ഓടല്ലേ, ഓടാണെങ്കിൽ അവിടെ സിഗ്മ വി മാത്രമേ കാണൂ, സിഗ്മ ഡി കാണില്ല. ഈവൻ ആണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഹാഫ് ഹാഫ് ആയിട്ട് സിഗ്മ വി സിഗ്മ ഡി സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സിഗ്മ ഡി എന്താന്ന് ഇപ്പം ക്ലിയർ ആയി കാണുമല്ലോ. രണ്ട് C2 ആക്സിസിനെ കട്ട് ചെയ്ത് പോകുന്ന, ബൈസെക്ട് ചെയ്ത് പോകുന്ന ഒരു പ്ലെയിൻ. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടെ കാണാം. XeF4, അതിൻ്റെ അകത്ത് സിഗ്മ എച്ച് സിഗ്മ വി സിഗ്മ ഡി ആ മൂന്നും റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് XeF4. നോക്കോളൂ, XeF4 ഇത് ഞാൻ നമ്പർ ചെയ്യാം. 1 2 ഇത് 3 ഇത് 4. ഓക്കെ, F4. ഇനി ഇതിലേക്ക് ഞാൻ സിഗ്മ, ഇതല്ലേ നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ്, ഇവർക്ക് സിഗ്മ എച്ച് ചെയ്യുക എന്ന് വെച്ചാൽ ഈ മോളിക്കൂളിലൂടെ ഇങ്ങനെ പാസ് ചെയ്തു പോകുന്ന ഒരു പ്ലെയിൻ അല്ലേ. അപ്പൊ ഇവിടെ എന്താ ചേഞ്ച് വരിക? ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇതെന്റെയൊക്കെ ഫ്രണ്ട് പോർഷൻ ആണ് കാണുന്നതെങ്കിൽ സിഗ്മ എച്ച് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ബാക്ക് പോർഷൻ ആയിരിക്കും കാണുക. വീണ്ടും ഒരു തവണ കൂടി സിഗ്മ എച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഫ്രണ്ട് പോർഷൻ കിട്ടും. ഓക്കെ, ഇനി ഇതിന്റെ ഈ മോളിക്കൂളിന് ഞാനൊരു സിഗ്മ വി ആണ് ചെയ്യുന്നതെന്ന് വെക്കുക. സിഗ്മ വി എന്ന് പറയുമ്പോൾ ഇങ്ങനെ അതിന് പാരലൽ ആയിട്ട് പോകുന്നു. അപ്പൊ ഇവിടെ ഈ 1ന്റെ സ്ഥാനത്ത് 3 വരും, 3യുടെ സ്ഥാനത്ത് 1 വരും. ഇങ്ങനെ ഒരു സിഗ്മ വി പോസിബിൾ ആണ്. അതേപോലെ ഇങ്ങനെ ഒരു സിഗ്മ വിയും പോസിബിൾ ആണ്. 2ന്റെ സ്ഥാനത്ത് 4, 4ന്റെ സ്ഥാനത്ത് 2. അങ്ങനെ രണ്ട് സിഗ്മ വി ഇവർക്ക് പോസിബിൾ ആണ്. ഇനി ഇതുപോലെ തന്നെ വേറെ രണ്ട് സിഗ്മ ഡിയും കൂടെ പറയണം.
ഓക്കെ, ഇതൊരു സിഗ്മ ഡി, അതായത് ഈ രണ്ട് C2വിനെയും കട്ട് ചെയ്ത് പോകുന്ന ഒരു സിഗ്മ ഡി, അങ്ങനെ ഒരു സിഗ്മ ഡി നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു സിഗ്മ ഡി എന്ന് പറയുന്നത് ആരെയൊക്കെയാണ്? ഈ F1 F2 ആയിട്ട് മാറും, F4 F3 ആയിട്ട് മാറും. ഇങ്ങനെ രണ്ടുപേരെയും, അപ്പറയുള്ള ഇപ്പറയുള്ള ആ രണ്ട് ഫ്ലൂറിൻ ആറ്റങ്ങളെയും റിഫ്ലക്ട് ചെയ്യും. അപ്പൊ ഈ 1ന്റെ സ്ഥാനത്ത് 2 വരും, ഇവിടുത്തെ 2ന്റെ സ്ഥാനത്ത് 1 വരും. ആ താഴെ അതുപോലെ തന്നെ. ഓക്കെ, ഇനി ഒരു സിഗ്മ ഡി കൂടെ നമുക്ക് വരയ്ക്കാം. ഇങ്ങനെ ഒരു സിഗ്മ ഡി കൂടെ നമുക്ക് വരയ്ക്കാം. അതായത് ഇവിടെ ഈ 1ന്റെ സ്ഥാനത്ത് 4 വരും, ഇങ്ങനെ ഒരു പ്ലെയിൻ. ഓക്കെ, നടുവിലൂടെ അല്ലേ, അപ്പൊ ഈ 1ന്റെ സ്ഥാനത്ത് 4 വരും, 4ന്റെ സ്ഥാനത്ത് 1 വരും, അങ്ങനെ. അതുപോലെ ഇവിടെ ഇപ്പുറത്തും. ഓക്കെ, അപ്പോ സിഗ്മ ഡി ചെയ്താൽ, സിഗ്മ വി ചെയ്താൽ, സിഗ്മ എച്ച് ചെയ്താൽ എന്തൊക്കെയാണ് ചേഞ്ചസ് വരിക എന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് ഒരു 3D റെപ്രസെന്റേഷനിൽ ഇതെല്ലാം ഒന്ന് റെപ്രസെന്റ് ചെയ്ത് കാണിക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആകും. ഓക്കെ, ഇനി നമുക്ക് ഒരു ആക്സിസും കൂടെ കണ്ടിട്ട് നമുക്ക് ആ 3D റെപ്രസെന്റേഷനിലേക്ക് പോവാം. സെന്റർ ഓഫ് ഇൻവേർഷൻ ഐ ഓർ സെന്റർ ഓഫ് സിമ്മട്രി എന്നും പറയാം. ഇതെന്താണെന്ന് നമുക്ക് കണ്ടിട്ട് പോവാം. ഇവിടെ ഒരു XY കോർഡിനേറ്റ് ആണെന്ന് വെക്കാം, XY കോർഡിനേറ്റ്. അവരുടെ ഇൻവേർഷൻ സെന്റർ എടുക്കുമ്പോൾ എന്താ ചേഞ്ച് വരുന്നത്? ഈ പ്ലസ് എക്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് മൈനസ് എക്സില്, ഈ പ്ലസ് വൈക്ക് ഓപ്പോസിറ്റ് ആയിട്ട് മൈനസ് വൈയില് ഒരു 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 സപ്പോസ് ഒരു എ എന്ന് പറഞ്ഞൊരു മോളിക്കൂള്, ഈ എ എന്ന് പറഞ്ഞ ഒരു മോളിക്കൂളിന്റെ കോർഡിനേറ്റ് XY ആണ്. അപ്പൊ അതിന്റെ ഇൻവേർഷൻ എടുക്കുക എന്ന് വെച്ചാൽ എക്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് മൈനസ് എക്സ്, വൈയുടെ ഓപ്പോസിറ്റ് ആയിട്ട് മൈനസ് വൈ. അപ്പൊ ആ ഒരു പൊസിഷനിൽ, ആ ഒരു ഇൻവേർഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പൊസിഷനിൽ ആറ്റം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ മോളിക്കൂളിന് ഒരു ഇൻവേർഷൻ സെന്റർ പോസിബിൾ ആണെന്ന് പറയാൻ പറ്റും. ഒരു എക്സാമ്പിൾ കാണാം. ഇവിടെ പ്ലാറ്റിനം Cl4, PtCl4. 3 4. ഇതിന്റെ ഇൻവേർഷൻ എടുക്കാന്ന് വെച്ചാൽ ഇതിനടുക്കാണ് ഇതിന്റെ ഇൻവേർഷൻ സെന്റർ. ഈ ഇങ്ങോട്ട് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് ഒരു Cl ആണ്, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഞാൻ ട്രാവൽ ചെയ്താലും അവിടെ എനിക്ക് എന്ത് തന്നെയാണ്? Cl തന്നെയാണ്. അതുപോലെ എല്ലാ സൈഡിലോട്ടും ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ആളെ നോക്കുക. ഇങ്ങോട്ട് പോയാലും Cl, ഇങ്ങോട്ട് പോയാലും Cl, അങ്ങനെ എല്ലാ സൈഡിലോട്ടും പോകുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് അതേ ആളെ തന്നെയാണ് കാണാൻ കഴിയുന്നതെങ്കിൽ ആ മോളിക്കൂളിന് ഒരു ഇൻവേർഷൻ സെന്റർ ഉണ്ടെന്ന് പറയാം. ഓക്കെ, ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ ആയിട്ട് വാട്ടർ മോളിക്കൂൾ എടുക്കുവാണ്. വാട്ടർ മോളിക്കൂൾ എടുത്തു നോക്കുമ്പോൾ ഇവിടെ ഈ ഓക്സിജന്റെ അവിടെയാണ് ഞാനൊരു ഇൻവേർഷൻ സെന്റർ കൺസിഡർ ചെയ്യാം. അപ്പോ ഇവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് ട്രാവൽ ചെയ്തു, അപ്പൊ എനിക്ക് ഹൈഡ്രജൻ ആറ്റത്തെ കാണാൻ കഴിഞ്ഞു. അതുപോലെ നേരെ മുകളിലോട്ട് ഞാൻ ട്രാവൽ ചെയ്തപ്പോൾ എനിക്ക് ഒരു ആറ്റം ഉണ്ടോ? അവിടെ ഇല്ല. അപ്പൊ ഇവർക്ക് എന്തില്ല? ഇൻവേർഷൻ സെന്റർ ഇല്ല. ഓക്കെ അല്ലേ? ഇൻവേർഷൻ സെന്റർ ഉണ്ടോ ഇല്ലയോ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഒരു സെന്റർ കൺസിഡർ ചെയ്യുന്നു, അതിന്റെ രണ്ട് സൈഡിലോട്ടും പോകുമ്പോൾ എനിക്ക് സെയിം ആറ്റത്തിനെ ഞാൻ മീറ്റ് ചെയ്താൽ, അങ്ങനെ മീറ്റ് ചെയ്താൽ ആ മോളിക്കൂളിന് എന്തുണ്ട്? സെന്റർ ഓഫ് സിമട്രി അല്ലെങ്കിൽ ഇൻവേർഷൻ സെന്റർ ഉണ്ട് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ ഇവിടെ കാണിക്കാം. ഇവിടെ ഞാൻ അമോണിയ എടുത്തു. ഓക്കെ, അമോണിയ എടുത്തു. അപ്പൊ ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് പോയി, ഇവിടുന്ന് ഇങ്ങോട്ട് പോയി, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ഇവർക്ക് എന്തില്ല? ഇൻവേർഷൻ സെന്റർ ഇല്ല. ഓക്കെ ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇതെല്ലാം ഒന്നൊരു 3D മോളിക്യൂളിൽ റെപ്രസെന്റ് ചെയ്ത് കാണിക്കാം.
ഓക്കെ, നമ്മൾ ഇത്ര നേരം പറഞ്ഞതെല്ലാം ഇത് വാട്ടർ മോളിക്യൂളിന്റെ C3 ആക്സിസ് ആണ്, C2 ആക്സിസ് ആണ് നമ്മൾ ഈ കാണുന്നത്. വാട്ടർ മോളിക്യൂളിന്റെ C2 ആക്സിസ്. ഇതിന് 2 സിഗ്മ വി ഉണ്ട് നമ്മൾ പറഞ്ഞു. വാട്ടർ മോളിക്യൂളിന് 2 സിഗ്മ വി ഉണ്ട്. ഇതിലൊന്ന് ദാ ഇത്, അതായത് ആ ഓക്സിജൻ നടുക്കൂടെ പോയിട്ട് 2 ഹൈഡ്രജനെ റിഫ്ലക്ട് ചെയ്ത് ഒരു H1 H2 എന്ന് മാർക്ക് ചെയ്തിട്ട് രണ്ടുപേരുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇത്. ഓക്കെ, സെന്ററിലൂടെ ഓക്സിജനെ കട്ട് ചെയ്തു പോകുന്നത്. ഇനി വേറൊരു ഇതാണ് ആ പ്ലെയിന്, ഞാൻ പറഞ്ഞു ആ ഒരു സ്ക്രീനിലൂടെ പോകുന്ന ആ ഒരു സിഗ്മ വി. ഇപ്പൊ 2 സിഗ്മ വി, ഇതാണ് വാട്ടറിനുള്ളത്. ഓക്കെ, ഇനി PtCl4 ദാ ഇത് ഇവരുടെ C4 ആക്സിസ് ആണ്, C4 ആക്സിസ്. ഇതിലൊരു സിഗ്മ എച്ച് ആണ്. സിഗ്മ എച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, ആ സ്ക്രീനിലൂടെ തന്നെ നമ്മുടെ ഇപ്പോ നമ്മളിവിടെ കണ്ടില്ലേ C4, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ ഈ സിഗ്മ പോയേക്കുന്നത്. ആ പെർപെൻഡിക്കുലർ ആയിട്ട് ആ സ്ക്രീനിലൂടെ പോയേക്കുന്ന ഒരു പ്ലെയിൻ അല്ലേ, അതുകൊണ്ട് ഇവരെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, സിഗ്മ എച്ച് എന്ന് പറയാൻ പറ്റും. ഞാൻ റിഫ്ലക്ട് ചെയ്ത് കാണിക്കാം. കണ്ടോ, ഇപ്പൊ ഇവിടെ ആ ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷൻ ചേഞ്ച് ചെയ്യുന്ന കണ്ടോ. നമ്മൾ ഇപ്പൊ കാണുന്നതിന്റെ ഓപ്പോസിറ്റ് വശമാണ് നമ്മൾ റിഫ്ലക്ട് ചെയ്ത് കഴിയുമ്പോൾ കാണുന്നത്. വീണ്ടും ഒന്നും കൂടെ റിഫ്ലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫ്രണ്ട് പോർഷൻ തന്നെ കാണാൻ കഴിയും. ഓക്കെ, ഇനി അടുത്തത് ഒരു സിഗ്മ വി. കണ്ടോ, ഇവിടുത്തെ ഒരു സിഗ്മ വി കണ്ടോ, നടുക്കിലുള്ള പ്ലാറ്റിനവും ഇത് നടുക്കുള്ള പ്ലാറ്റിനവും അപ്പോൾ 2 ക്ലോറിനുകളെയും കൂടെ ആ ഒരു കട്ട് ചെയ്ത് പോകുന്നു. അപ്പൊ നമുക്ക് 2 ക്ലോറിൻസ് ഓപ്പോസിറ്റ് ആയിട്ട് 2 ക്ലോറിൻസ് ആണ് ഇവിടെ റിഫ്ലക്ട് ചെയ്ത് നോക്കാം. കണ്ടോ, ആ 2 ക്ലോറിൻസ് റിഫ്ലക്ട് ചെയ്തു. ഓക്കെ, ഇതുപോലെ തന്നെ വേറൊരു സിഗ്മ വി റിഫ്ലക്ട് ചെയ്തു. അതുപോലെ വേറൊരു സിഗ്മ വി, ഇത് കണ്ടോ, ഇത് നമ്മള് സിഗ്മ വി എന്നല്ല ഇവരെ വിളിച്ചേ, ഇത് സിഗ്മ ഡി ആണ്. കാരണം എന്താ, ഇവിടെ 2 C2വിനെ ബൈസെക്ട് ചെയ്തു പോകുന്ന ഒരു പ്ലെയിൻ ആണ്. അതുകൊണ്ട് ഇവരെ നമ്മള് ഡൈഹിഡ്രൽ പ്ലെയിൻ ഓഫ് സിമ്മട്രി എന്നാണ് വിളിച്ചത്. ഈ ഡൈഹിഡ്രൽ പ്ലെയിൻ ഓഫ് സിമ്മട്രിയിൽ റിഫ്ലക്ട് ചെയ്യുമ്പോൾ കണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നുണ്ടോ സിഗ്മ വിയും സിഗ്മ ഡിയും തമ്മിൽ? സിഗ്മ വിയിൽ റിഫ്ലക്ട് ചെയ്യുമ്പോൾ ആകെ 2 മോളിക്യൂൾസ് മാത്രമേ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. പക്ഷേ സിഗ്മ ഡിയിലോട്ട് വന്നപ്പോൾ ടോട്ടൽ 4 മോളിക്യൂൾസിന് 4 ആറ്റത്തിന് പൊസിഷൻസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറൊരു സിഗ്മ ഡിയും കൂടെ നമുക്ക് ഈ ഒരു സിഗ്മ ഡിയും കൂടെ 2 C2ലെ ബൈസെക്ട് ചെയ്ത് പോകുന്നതാണ്. ഇതിലൂടെയും നമുക്ക് റിഫ്ലക്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ അല്ലേ? ഇപ്പൊ 2 സിഗ്മ ഡിയും എന്തൊക്കെ ടോട്ടൽ ഉണ്ട് ഇവർക്ക്? 2 സിഗ്മ ഡി ഉണ്ട്, 2 സിഗ്മ വി ഉണ്ട്, ഒരു സിഗ്മ എച്ച് ഉണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഈ PtCl4 നമ്മള് ഒരു ഇൻവേർഷൻ സെന്റർ ഇവർക്കുണ്ട്. പക്ഷെ ഈ സെന്റർ നമുക്ക് കാണാൻ കഴിയില്ല, കാരണം ഇത് ആ പ്ലാറ്റിനത്തിന്റെ ഉള്ളിലാണ്. ഓക്കെ, അപ്പൊ ആ പ്ലാറ്റിനത്തിന്റെ ഉള്ളിലാണ് ഇവർക്കുള്ള ആ ഇൻവേർഷൻ സെന്റർ ഉള്ളത്. അതുകൊണ്ട് ഇതിലൂടെ നമ്മളൊന്ന് വേണേ ഇൻവേർട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, ഇൻവേർട്ട് ചെയ്യുമ്പോഴത്തേനും ആ ഓപ്പോസിറ്റ് ആയിട്ടുള്ളവര് പൊസിഷൻസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇൻവേർഷൻ ഇവിടെ പോസിബിൾ ആണ്. കാരണം എന്താണ്, ഇതിലൂടെ നമ്മൾ ഒരു ഓപ്പോസിറ്റ് 2 സൈഡിലോട്ട് പോയി കഴിഞ്ഞാലും നമുക്ക് കാണാൻ കഴിയുന്നത് സെയിം ആറ്റത്തിനെയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു ഇൻവേർഷൻ സെന്റർ പോസിബിൾ ആണ്. പക്ഷെ വാട്ടറിന് അങ്ങനെ ഒരു ഇൻവേർഷൻ സെന്റർ പോസിബിൾ അല്ലായിരുന്നു. നമുക്ക് വേറൊരു എക്സാമ്പിള്, ബെൻസീൻ. ബെൻസീന് C6 ആക്സിസ് ആണ്. ഇത് ആക്സിസ് ശ്രദ്ധിച്ചോണം, ഇതാണ് ആക്സിസ്. ഞാൻ ഇതിന് പാരലൽ ആയിട്ടും പെർപെൻഡിക്കുലറും ആയിട്ടുള്ള പ്ലെയിൻസ് കാണിക്കാൻ പോവാണ്. ഇത് സിഗ്മ എച്ച്, ഇപ്പൊ കണ്ട ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആ സ്ക്രീനിലൂടെ പോകുന്ന ഒരു പ്ലെയിന് സിഗ്മ എച്ച് ഇതിലൂടെ റിഫ്ലക്ട് ചെയ്തു. കണ്ടോ, അപ്പോ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ മാറി വന്നു. ഓക്കെ, ഇനി വേറൊരു സിഗ്മ വി ആണ്. സിഗ്മ വി കണ്ടോ, അതിന് പാരലൽ ആയിട്ട് ഇത് 2 ആറ്റങ്ങളിലൂടെയാണ് ഇത് പോയേക്കുന്നത്. ഇവിടെ റിഫ്ലക്ട് ചെയ്തു. കണ്ടോ, താഴെയുള്ളവര് മേളില്, മേളുള്ളവർ താഴെ, അങ്ങനെ വന്നു. വേറൊരു സിഗ്മ വി അടുത്ത 2 കാർബൺ ആറ്റങ്ങൾ എടുത്തു റിഫ്ലക്ട് ചെയ്തു. ഓക്കെ, അതുപോലെ അടുത്ത 2 ആറ്റങ്ങളെ കാർബൺ ആറ്റത്തിനെ എടുത്തു റിഫ്ലക്ട് ചെയ്തു. ഇത്
ആറ്റമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇത്ര നേരം നമ്മൾ കണ്ടത് എന്തായിരുന്നു? ദാ ഇവിടെയും ഇവിടെയും ഇവിടെ എല്ലാം കണ്ടത് രണ്ട് ആറ്റങ്ങളിലൂടെയാണ് ആ പ്ലെയിൻ പാസ് ചെയ്തു പോയത് അല്ലെ? എന്നാൽ ദാ ഈ ഒരു കേസിൽ കണ്ടോ, രണ്ട് ബോണ്ടുകളെ തമ്മിലാണ് ഇവര് മിറർ വെച്ചേക്കുന്നത്. രണ്ട് ബോണ്ടുകൾക്കിടയിലാണ് ഇവിടെ റിഫ്ലക്ഷൻ. ഓക്കെ, നേരത്തെ നമ്മൾ പ്ലാറ്റിനത്തിന്റെ കേസിലും പറഞ്ഞപ്പോഴും രണ്ട് ബോണ്ടുകളിലൂടെ ഇടയിലാണ് സിഗ്മ ഡി പോകുന്നത്. അതായത് രണ്ട് ബോണ്ട് കണ്ടോ, മേളിലും താഴെയുള്ള രണ്ട് ബോണ്ടുകളിലൂടെയാണ് ഇവര് റിഫ്ലക്ട് ചെയ്യുന്നത്. ഓക്കെ, ദാ വേറൊരു സിഗ്മ ഡി കണ്ടില്ലേ, രണ്ട് ബോണ്ടുകൾ ഓപ്പോസിറ്റ് ബോണ്ട്സ് അവിടെ കട്ട് ചെയ്തുണ്ട് ദാ ഇവിടെ. ഓക്കെ, അപ്പൊ ടോട്ടൽ എത്ര സിഗ്മ ഡിയും എത്ര സിഗ്മ വിയും നമുക്ക് ബെൻസീനിൽ കാണും? നമ്മൾ പഠിച്ചു ഈവൻ നമ്പർ ആണെങ്കിൽ ഹാഫ് ഹാഫ് ആയിരിക്കും. ഇവിടെ ഈവൻ നമ്പറാ, C6 ആണ് ബെൻസീനുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവർക്ക് 3 സിഗ്മ വിയും 3 സിഗ്മ ഡിയും പോസിബിൾ ആണ്. ഇനി ഇത് കൂടാതെ ഇവർക്കൊരു ഇൻവേർഷൻ സെന്റർ കൂടെ പോസിബിൾ ആണ്. ഇവിടെ ഈ ഇൻവേർഷൻ സെന്റർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആറ്റത്തിലോ അതുപോലെ ഏതെങ്കിലും ആറ്റത്തിലൂടെ പാസ് ചെയ്ത് പോകുന്നതോ അല്ല, ഇതൊരു സ്പേസിലെ പോയിന്റ് ആണ്. നിങ്ങൾക്ക് ആ യെല്ലോ പോയിന്റ് കാണാൻ കഴിയുന്നില്ലേ? ആ യെല്ലോ പോയിന്റ് ആണ് ഇവിടുത്തെ ഇൻവേർഷൻ സെന്റർ. അതായത് ഇവിടെ എവിടെയാണ്, ഒരു സ്പേസിലാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. നോക്കാം, ഇതിലെ ഇൻവേർട്ട് ചെയ്തു ഞാൻ. ഓക്കെ, ദാ ആ പോയിന്റിലൂടെ ഇൻവേർട്ട് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത ഒരു എക്സാമ്പിള്. ഈ ഒരു സൈക്ലോപെന്റാഡൈനയിൽ ഇതിന് C5 ആണ്. ഇവരുടെ C നോക്കിക്കേ, C5 ആണ് ഇവർക്കുള്ളത്. ഇവർക്ക് സിഗ്മ, ആദ്യത്തെ സിഗ്മ H ആ C5 ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് C5 ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു സിഗ്മ H. ഇത് കൂടാതെ കണ്ടോ ഒരു സിഗ്മ V പോസിബിൾ ആണ്, ഒരാറ്റവും ഒരു ബോണ്ടിലൂടെയും. ഓക്കെ, ഇതാ വീണ്ടും ഒരാറ്റവും ഒരു ബോണ്ടും ആണ് ഇവിടെ പ്ലെയിൻ ആയിട്ട് മാറുന്നത്. ഓക്കെ ഓക്കെ, ഇതാ ഇവിടെ ഇതൊരു സിഗ്മ വി, അടുത്ത സിഗ്മ വി കണ്ടോ. ഇങ്ങനെ 5 സിഗ്മ വീസ് പോസിബിൾ ആണ് ഇവർക്ക്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞായിരുന്നു ഒരു CN ആണെങ്കിൽ N നമ്പർ ഓഫ് സിഗ്മ വീസ് പോസിബിൾ ആയിരിക്കും. ഒരെണ്ണമെങ്കിലും ഒബ്സർവ് ചെയ്യാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു N നമ്പർ കാണും. ഇവിടെ C5 ആണ്, അപ്പൊ അവർക്ക് 5 സിഗ്മ വി പോസിബിൾ ആണ്. ഈ മോളിക്കൂളിന് ഇൻവേർഷൻ സെന്റർ ഇല്ല. കാരണം എന്താ, നമ്മൾ ഒരു ഇതിന്റെ സ്പേസിലായിട്ട് ബെൻസീന് പക്ഷെ ഇൻവേർഷൻ സെന്റർ ഉണ്ട്. ഈ C5 സൈക്ലോപെന്റാഡൈനയിൽ ഒരു ഇൻവേർഷൻ സെന്റർ ഇല്ല. കാരണം നിങ്ങൾ ഇവിടെ ഒരു സ്പേസിൽ ഒരു പോയിന്റ് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. നമ്മൾ ടോപ്പിൽ കാണുന്ന കാർബണ് ഓപ്പോസിറ്റ് ആയിട്ട് ബോട്ടത്തിൽ ഒരു കാർബൺ ഉണ്ടോ? ഇല്ല. അപ്പോ നമുക്ക് ഇൻവേർഷൻ സെന്റർ എന്ന് വെച്ചാൽ ആ ടോപ്പിലോട്ട് പോകുന്നതിൽ തന്നെ ബോട്ടത്തിലോട്ടും ആറ്റം കാണണം. ഇപ്പൊ ഇവിടെ അങ്ങനെ ഒരു ആറ്റം ഇല്ല, അതുകൊണ്ട് ഇവർക്ക് ഇൻവേർഷൻ സെന്റർ പോസിബിൾ അല്ല. ഓക്കെ അല്ലേ? അതുപോലെ ഇവർക്ക് ഒരു സിഗ്മ ഡിയും പ്രസന്റ് അല്ല. ഇവർക്ക് സിഗ്മ എച്ചും സിഗ്മ വി മാത്രമേ ഉള്ളൂ. കാരണം എന്താ, ഞാൻ പറഞ്ഞായിരുന്നു N ഓഡ് ആണെങ്കിൽ അവർക്ക് സിഗ്മ വി മാത്രമേ കാണൂ, സിഗ്മ ഡി കാണില്ല. നമ്മളൊരു ട്രിക്ക് വെച്ച് പറഞ്ഞായിരുന്നു എത്ര നമ്പർ ഓഫ് സിഗ്മ വി എത്ര നമ്പർ ഓഫ് സിഗ്മ ഡി പോസിബിൾ ആണ്. അപ്പോ ഈവൻ ആയിരുന്ന കേസിൽ അത് നമ്മള് PtCl4 ബെൻസീന് ആ കേസിലൊക്കെ പറഞ്ഞപ്പോ ഈക്വൽ, അത് ഹാഫ് ഹാഫ് സിഗ്മ വി സിഗ്മ ഡി ഉണ്ടായിരുന്നു. പക്ഷേ C5H5 മൈനസില് C5 ആണ് ഇവരുടെ പ്രിൻസിപ്പൽ ആക്സിസ്. അതെന്ന് വെച്ചാൽ 5 ഒരു ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പർ ഉള്ളവർക്ക് സിഗ്മ ഡി പ്രസന്റ് അല്ല, അവർക്ക് എന്ത് മാത്രമേ ഉള്ളൂ, സിഗ്മ വി മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിള്. XeCl4 നോക്കാം. ഇവർക്ക് ഒരു C4 ആക്സിസോ, ഇത് C4 ആക്സിസിലുള്ള റൊട്ടേഷൻ. ഇവരുടെ മിറർ പ്ലെയിൻ നമുക്ക് നോക്കാം. ഇത് അവരുടെ സിഗ്മ H കണ്ടോ, ആ പ്ലെയിനിലൂടെ തന്നെ പാസ് ചെയ്തു പോകുന്ന. അപ്പൊ ഇത് ആ C4ന് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഇതൊരു സിഗ്മ H ആണ്. ഇത് കൂടാതെ അവർക്ക് എന്തൊക്കെയുണ്ട്, ഈ ഒരു സിഗ്മ വി, ഒരു സിഗ്മ വി റിഫ്ലക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, രണ്ട് ആറ്റങ്ങളെ തമ്മിൽ, അതായത് രണ്ട് ക്ലോറിനും നടുവിലൂടെയുള്ള സിനോണും റിഫ്ലക്ട് ചെയ്തു. ഇതൊരു സിഗ്മ ഡി ആണ്
രണ്ട് C2-നെ കട്ട് ചെയ്ത് ബൈസെക്ട് ചെയ്ത് പോകുന്ന ഒരു സിഗ്മ ഡി ആണ് ഇവർക്ക്. കാരണം ഇതൊരു C4 ആക്സിസ് ആണ്, ഈവൻ നമ്പർ ആണ്. സോ ഹാഫ് പോർഷൻ സിഗ്മ വി, ഹാഫ് പോർഷൻ സിഗ്മ ഡി. ഇപ്പൊ 2 സിഗ്മ വിയും 2 സിഗ്മ ഡിയും. ഇതൊരു സിഗ്മ ഡി. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. അസറ്റോൺ. അസറ്റോണിന്റെ C2 ആക്സിസ് ആണ് കാണിച്ചേക്കുന്നത്. ഇവർക്ക് ഇതൊരു സിഗ്മ വി, ഇത് വേറൊരു സിഗ്മ വി. ഇവർക്ക് സിഗ്മ ഡി ഇല്ല, രണ്ട് സിഗ്മ വി മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ എക്സാമ്പിള് ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ എക്സാമ്പിള്. ഇത് നടുവിലൂടെ പോകുന്ന ഈ രണ്ട് ഓക്സിജൻ ആറ്റത്തിന് ഉള്ള ബോണ്ടിന്റെ സെന്ററിലൂടെ പോകുന്നതാണ് ഇവരുടെ C2 ആക്സിസ്. ഇതിലൂടെ തന്നെ ഒരു പ്ലെയിൻ ആയിട്ട് ഇവർക്കൊരു സിഗ്മ എച്ച് കണ്ടോ. ഇവർക്ക് എന്തില്ല, സിഗ്മ വി ഇല്ല. കണ്ടോ, ഇവർക്ക് ആ പ്ലെയിനിലൂടെ മാത്രം പാസ് ചെയ്ത് പോകുന്ന ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി മാത്രമേ ഉള്ളൂ. അതായത് പെർപെൻഡിക്കുലർ, ഇതിന് ഈ ഒരു റൊട്ടേഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. കണ്ടോ, പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു പ്ലെയിൻ മാത്രമേ ഉള്ളൂ. H2O2-ന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു പ്ലെയിൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് സിഗ്മ എച്ച് മാത്രമേ ഉള്ളൂ. ഇനി വേറൊരു, ഇവർക്കൊരു ഇൻവേർഷൻ സെന്ററൂടെ നമുക്ക് പറയാൻ പറ്റും. ഈ രണ്ട് ഓക്സിജൻ ആറ്റത്തിന്റെ സെന്ററിൽ ഒരു ബോണ്ടിന്റെ സെന്ററിൽ ഒരു പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ ഇവരെ നമുക്ക് ഇൻവേർട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയില്ലേ H2O2-ന്റെ കാര്യം? ഇവർക്കൊരു സിഗ്മ എച്ച് മാത്രമേ പോസിബിൾ ഉള്ളൂ. കാരണം ഇവിടുത്തെയുള്ള ആ രണ്ട് ഹൈഡ്രജൻ ഇരിക്കുന്നത് ഒരാൾ ഫ്രണ്ടിലോട്ടും ഒരാൾ ബാക്കിലോട്ടുമാണ്. അപ്പൊ നമുക്ക് ഈ നടുവിലൂടെ ഒരു സിഗ്മ വി എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യാൻ പറ്റുകയില്ല. കാരണം ഈ രണ്ട് ഹൈഡ്രജനും ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ, ഒരാൾ ഫ്രണ്ടിലോട്ട് ഒരാൾ ബാക്ക്വേർഡ് ആയിട്ടാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സിഗ്മ വി പോസിബിൾ അല്ല, ആകെ ഒരു സിഗ്മ എച്ച്, ആ പ്ലെയിനിലൂടെ മാത്രമുള്ള ഒരു സിഗ്മ എച്ച് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ അമോണിയ മോളിക്യൂള്. അമോണിയയുടെ C3 ആക്സിസ് ഇതാണ്. റൊട്ടേറ്റ് ചെയ്ത് C3 ആക്സിസ്. ഇനി ആ C3 ആക്സിസിലൂടെ തന്നെ പോകുന്ന ഒരു സിഗ്മ വി, ഒരു അമോണിയ, ഒരു നൈട്രജനും ഒരു ഹൈഡ്രജനോടെ റിഫ്ലക്ട് ചെയ്തു. അപ്പോ ഒരു സിഗ്മ വി നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ 3 സിഗ്മ വിസ് ഇവർക്ക് പോസിബിൾ ആണ്. ഇതുപോലെ ഒരു നൈട്രജൻ വേറൊരു ഹൈഡ്രജൻ റിഫ്ലക്ട് ചെയ്തു. ഓക്കെ, അടുത്തത് അങ്ങനെ 3 ഹൈഡ്രജനിലൂടെയും ഒരു നൈട്രജൻ ഒരു ഹൈഡ്രജൻ, അങ്ങനെ 3 ടൈപ്പ് 3 സിഗ്മ വിസ് ഇവർക്ക് പോസിബിൾ ആണ്. ഓക്കെ, ഇവർക്ക് ഇൻവേർഷൻ സെന്റർ ഇല്ല. ഇനി നമുക്ക് ഒരു 2-3 എക്സാമ്പിളും കൂടെ നോക്കാം. ഈ ഒരു മോളിക്യൂൾ നോക്കിക്കേ. ഇതിന്റെ പേര് സൾഫർ ക്ലോറോ പെന്റാഫ്ലൂറൈഡ് SF5Cl എന്നാണ്. അതായത് ഒരു സൾഫർ ആറ്റം സെന്ററില് ടോപ്പിൽ കാണുന്ന ആ വലിയ ബോള് ക്ലോറിൻ ആറ്റം, വേറെ ഉള്ള ആ 5 സ്മോൾ ബോൾസ് എന്താ, ഫ്ലൂറിൻ ആറ്റം. അപ്പൊ നോക്കിക്കോണം, നമ്മുടെ ഈ ആക്സിസിൽ ഇതാണല്ലോ ഇവരുടെ C4 ആക്സിസ്. റൊട്ടേറ്റ് ചെയ്ത് കാണിക്കാം. C4 ആക്സിസ് ഇതല്ലേ. ആ ആക്സിസില് ബോട്ടത്തിൽ ഒരു ഫ്ലൂറിനും ഏറ്റവും ടോപ്പിൽ ഒരു ക്ലോറിനുമാണ്. അതായത് രണ്ടും 2 ആറ്റംസ് ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് എന്തിനാ ഇപ്പൊ പറയാൻ നമുക്ക് മനസ്സിലാവും. ഇനി ആ 4 പ്ലെയിനിൽ കിടക്കുന്ന ആ 4 പേരും എന്ത് തന്നെയാണ്, ഫ്ലൂറിൻ തന്നെയാണ്. അപ്പൊ ഇവരുടെ സിഗ്മ ഏതൊക്കെയാണ് പോസിബിൾ എന്ന് നമുക്ക് നോക്കാം. ഒരു സിഗ്മ വി, ഒരു സിഗ്മ വി, അതായത് ഈ പ്ലെയിനിലൂടെ തന്നെയുള്ള റിഫ്ലക്ട് ചെയ്താൽ സിഗ്മ വി. ഓക്കെ, ഇത് വേറൊരു സിഗ്മ വി നോക്കിക്കേ, റിഫ്ലക്ട് ചെയ്തു. ഓക്കെ, ഇത് വേറൊരു സിഗ്മ വി, കണ്ടോ, ഇത് അടുത്ത സിഗ്മ വി. ഓക്കെ, ഇതൊരു സിഗ്മ ഡി ആണ് കേട്ടോ. എനിക്ക് ഇതൊരു ഇതിന് C4 ആണ്. ഓക്കെ, 4 എന്ന് വെച്ചാൽ ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പർ ആകുമ്പോഴത്തേനും അവരുടെ സിഗ്മ വിസ് ഫുള്ളും 4 സിഗ്മ വി അല്ല, 2 സിഗ്മ വിയും 2 സിഗ്മ ഡിയും ആയിരിക്കുമല്ലോ.
അപ്പോൾ ഇതിൽ ഈ ഫസ്റ്റ് പറഞ്ഞേക്കുന്നത്, ഈ ഫസ്റ്റ് ഞാൻ കാണിച്ചേക്കുന്ന മോളിക്യൂൾ, ഫസ്റ്റ് ഞാൻ കാണിച്ചേക്കുന്ന എക്സാമ്പിൾ ഒരു സിഗ്മ വി ആണ്. ദാ ഇത് സിഗ്മ വി, ഇങ്ങനെ നമുക്ക് നോക്കാം. ദാ റിഫ്ലക്ട് ചെയ്തു സിഗ്മ വി. അടുത്തത് ആ പ്ലെയിൻ്റെ കൂടെ തന്നെ പോകുന്നത്. അടുത്തത് ദാ സിഗ്മ ഡി, സിഗ്മ ഡി 2C2, ഇത് 2C2 അല്ലേ, ഈ 2C2 പോകുന്നത്. അടുത്തത് ദാ ഇത് വേറെ 2C2 കട്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, ഈ ഒരു മോളിക്യൂളിന് എന്തുകൊണ്ടാണ് നമുക്ക് സിഗ്മ എച്ച് പോസിബിൾ അല്ലാത്തത്? സിഗ്മ എച്ച് പോസിബിൾ ആവണമെങ്കിൽ ഈ പോകുന്ന ആ നടുവിലൂടെ പോകുന്ന ആ ആക്സിസ് ആണല്ലോ C4, അതിനെ കട്ട് ചെയ്തുകൊണ്ട്, അതായത് ആ 1 2 3 4 ആ 4 ഫ്ലൂറിനും ആ നടുവിലുള്ള സൾഫറിനെ അതിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു പ്ലെയിൻ ആണ് ഇവർക്ക് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിൻ നമുക്ക് ഇവിടെ ഇമാജിൻ ചെയ്യാൻ പറ്റുകയില്ല. കാരണം ഇതിന്റെ ടോപ്പിൽ ഒരു ക്ലോറിനും താഴെ ബോട്ടത്തിൽ ഒരു ഫ്ലൂറിനും ആണ്. അപ്പൊ അവരെ നമ്മൾ റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ആണോ? അല്ല. ഇതിപ്പം താഴെയും എനിക്കൊരു ക്ലോറിൻ ആണെങ്കിൽ, താഴെ ഒരു വലിയ ബോൾ ആയിരുന്നുവെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ആ നടുവിലൂടെ ആ 4 ഫ്ലൂറിനും ആ സൾഫറിലൂടെയും കടന്നു പോകുന്ന ആ പ്ലെയിൻ എന്ന് പറയുന്നത് ഒരു സിഗ്മ എച്ച് ആകുമായിരുന്നു. എപ്പോഴാണ്? ആ ടോപ്പിലും ബോട്ടത്തിലും ഒരേ എന്താ ആള് വന്നു കഴിഞ്ഞാൽ. അത് നമുക്ക് വേറൊരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഈ ഒരു എക്സാമ്പിൾ നോക്കുക. PF5. ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ നടുവിലൂടെ PF5 നോക്കിക്കേ. ഇതില് ആ 3 ഫ്ലൂറിന് ആ പ്ലെയിനിൽ കിടക്കുന്നു. ഒരാള് ടോപ്പിൽ, ഒരാള് ബോട്ടത്തിൽ, അതും ഫ്ലൂറിൻ തന്നെയാണ്. അപ്പൊ എനിക്ക് ഇവരെ റിഫ്ലക്ട് ചെയ്യാൻ കഴിയും. കാരണം ടോപ്പിലും ബോട്ടത്തിലുള്ള ആള് ഫ്ലൂറിൻ തന്നെയാണ്. അപ്പൊ റിഫ്ലക്ട് ചെയ്ത് അതിന്റെ മിറർ ഇമേജ് എടുത്താലും രണ്ടും ഒരേ ആള് തന്നെയല്ലേ വരുന്നത്. അപ്പൊ ഇവർക്കൊരു സിഗ്മ എച്ച്, കാരണം ഇവരുടെ ഇതാണ് സി എന്ന് വെച്ചാൽ ഇതാണ് ഇവരുടെ മറ്റേ നമ്മൾ നേരത്തെ കണ്ട ആ SF5Cl അതേപോലെ തന്നെയാണ് ഇവരുടെ ആക്സിസ് പോകുന്നത്. പക്ഷെ ഇവർക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ടോപ്പിലും ബോട്ടത്തിലും ഒരേ ആള് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവരെ റിഫ്ലക്ഷൻ പോസിബിൾ ആണ്. ഓക്കെ അല്ലേ? ഇനി ഇതാണ് ഇവരുടെ ഒരു സിഗ്മ വി, പാരലായിട്ട് നമ്മുടെ ആക്സിസിന് പാരലായിട്ട് പോകുന്നത്. C3 ഇവർക്ക് C3 ആക്സിസ് ആണ്. അപ്പം ടോട്ടൽ 3 സിഗ്മ വി ഇവിടെ വേണം. ഓക്കെ, ഇത് വേറൊരു സിഗ്മ വി റിഫ്ലക്ട് ചെയ്തു, കണ്ടില്ലേ? ഓക്കെ, ഇത് വേറൊരു സിഗ്മ വി, അത് അപ്ലൈ ഇത് ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അതായത് ഓരോ ടൈമിലും എത്ര ഒരു 3 ഫ്ലൂറിനിലൂടെയും പിന്നെ നടുവിലുള്ള ആ ഫോസ്ഫറസിനെയും കൂടെയുള്ള ഇൻക്ലൂഡ് ചെയ്യുന്ന പ്ലെയിൻ ഇവിടെ കണ്ടോ. ഇത് വേറെ 3 ഫ്ലൂറിൻ, ഇവിടെയും വേറെ 3 ഫ്ലൂറിൻ. ഓക്കെ, 3 ഫ്ലൂറിന് ആ ഒരു ഫോസ്ഫറസും അതിലൂടെ കട്ട് ചെയ്ത് പോകുന്ന പ്ലെയിൻ ആണ് സിഗ്മ വി. ഓക്കെ, ഇവർക്ക് സിഗ്മ ഡി ഇല്ല. കാരണം എന്താണ്? ഇതിന് ഏത് ആക്സിസ് ആണ്? C3 ആക്സിസ് ആണ്, ഓഡ് നമ്പർ ആണ്. അപ്പൊ ഉള്ള സിഗ്മ വിസ് എല്ലാം സിഗ്മ വി തന്നെയായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ കാണാനുള്ള എക്സാമ്പിൾ B2H6 ഡൈബോറൈൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഡൈബോറൈൻ. ഓക്കെ, ഈ ഡൈബോറൈൻ നോക്കിക്കേ. ഈ ഡൈബോറൈൻ്റെ അകത്ത് ഇതൊരു C2 ആക്സിസ് ആണ്. C2 ആക്സിസ് ആണ് ഇവർക്ക്. ഇതുപോലെ തന്നെ വേണമെങ്കിൽ വേറൊരു C2 ആക്സിസും കൂടെ എനിക്ക് കൺസിഡർ ചെയ്യാം, അല്ലേ? ഇത് വേറൊരു നടുവിലൂടെ, അതായത് സ്പേസിലൂടെ ഒരു C2 ആക്സിസ്. ഇവിടെ അപ്പോൾ എന്റെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് ഏതായിട്ട് എടുക്കും എന്നൊരു കൺഫ്യൂഷൻ വന്നില്ലേ? കാരണം നമ്മൾ പഠിച്ചിരുന്നത് ഹയസ്റ്റ് ഓർഡർ ഉള്ളവരെ നമുക്ക് പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ട് എടുക്കാനാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ഈ ഒരു ഡൈബോറൈൻ്റെ കേസിൽ ഇതൊരു C2 ആണ്, ഇതൊരു C2 ആണ്, ഇതൊരു C2 ആണ്, അല്ലേ? അപ്പൊ എനിക്ക് ഏത് വേണമെങ്കിലും C2 ആയിട്ട് എനിക്ക് എടുക്കാം. അപ്പോ ആ C2വിന് പാരലായിട്ട് പോകുന്ന ഏത് പ്ലെയിനും സിഗ്മ വി, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ഏത് പ്ലെയിനും സിഗ്മ എച്ച്. ഇപ്പൊ എനിക്ക് ഇങ്ങനെ, ഇതാണ് ഞാൻ എന്റെ C2 ആക്സിസ് ആയിട്ട് എടുത്തതെന്ന് വെക്കാം. അപ്പൊ ഇതിന്റെ സിഗ്മ എച്ച് എന്നോ സിഗ്മ വി എന്നോ നമുക്ക് ഇവരെ പറയാൻ പറ്റുകയില്ല. കാരണം ഞാൻ എടുക്കുന്ന ആ പ്രിൻസിപ്പൽ ആക്സിസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എനിക്ക് കിട്ടുന്നത് സിഗ്മ വി ആണോ സിഗ്മ എച്ച് ആണോ എന്നുള്ളത്.
ഇതിപ്പോ ഞാൻ ഇങ്ങനെ ഒരു ഇതാണ് എന്റെ C2 ആയിട്ട് കൺസിഡർ ചെയ്താൽ ഇതെനിക്ക് എന്താണ് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്നവരല്ലേ. ദാ റൊട്ടേറ്റ് ചെയ്തു, ഇത് ആക്സിസിലൂടെ തന്നെ പാരലൽ ആയിട്ട് പോകുന്നവരാണ്. ഇതും പാരലൽ ആയിട്ട് പോകുന്നവരാണ്. അപ്പോ ഇവർക്ക് ഇതൊരു പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ഒരു സിഗ്മ എച്ച് എപ്പോഴാണ് ഞാൻ ഇതാണ് എന്റെ പ്രിൻസിപ്പൽ ആക്സിസ് ആണ് എന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്റെ സിഗ്മ എച്ച്, ഇത് രണ്ടും സിഗ്മ വി. ഇപ്പൊ ടോട്ടൽ 2 സിഗ്മ വിയും ഒരു സിഗ്മ എച്ചും പോസിബിൾ ആണ് ഡൈബോറൈന്റെ കേസിൽ. അപ്പൊ ഡൈബോറൈന്റെ കാര്യം ശ്രദ്ധിച്ചോണം. നമുക്ക് പ്രിൻസിപ്പൽ ആക്സിസ് ഇവിടെ പറയാൻ പറ്റുകയില്ല, കാരണം എല്ലാം C2 തന്നെയാണ്. അപ്പൊ നമ്മൾ എടുക്കുന്ന ഏതിനെ വേണമെങ്കിലും നമുക്ക് പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ആ എടുക്കുന്നതിന്റെ പാരലൽ ആയിട്ട് പോകുന്നത് സിഗ്മ എച്ച്, പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്നത് പാരലൽ ആയിട്ട് പോകുന്ന സിഗ്മ വി, പെർപെൻഡിക്കുലർ ആവുന്നത് സിഗ്മ എച്ച്. ഓക്കെ അല്ലേ? ഇനി വേറൊരു എക്സാമ്പിള് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു ഇതാണ് സ്റ്റാഗേർഡ് ഫെറോസിനും എക്ലിപ്സ്ഡ് ഫെറോസിനും. ഓക്കെ, ഫെറോസിൻ സ്റ്റാഗേർഡ് കാണിക്കാം. ഇത് ആ സ്റ്റാഗേർഡ് ഫെറോസിന്റെ C5 ആക്സിസ് ആണ്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഇത് കൂടാതെ അവർക്ക് C2 ഉണ്ട്, 5 C2s പോസിബിൾ ആണ്. ഓക്കെ, അത് നമുക്ക് വേണ്ട. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇന്നലെ നമ്മൾ കണ്ടതായിരുന്നു. അതിന്റെ C2 ആക്സിസ് ഒക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു. നമുക്ക് ഇതിന്റെ സിഗ്മയാണ് വേണ്ടത്. ഇത് അതിന്റെ ഒരു സിഗ്മ ഡി ആണ്. ഓക്കെ, ഇത് വേറൊരു സിഗ്മ ഡി. ഇത് നമുക്ക് ആ മോളിക്യൂളിനെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ ഒരു റെപ്രസെന്റേഷൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മൾ ന്യൂമാൻ പ്രൊജക്ഷൻ അങ്ങനെയൊക്കെ പഠിക്കുന്നത്, അതിന്റെ അകത്താണ് കുറച്ചും കൂടെ ഇത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതൊരു സിഗ്മ ഡി, ഇത് വേറൊരു സിഗ്മ ഡി. അപ്പൊ ഇവർക്ക് ടോട്ടൽ സിഗ്മ ഡീസ് മാത്രമേ ഉള്ളൂ. ഇവർക്ക് എന്തില്ല? സിഗ്മ എച്ച്, സ്റ്റാഗേർഡിന് സിഗ്മ എച്ച് ഇല്ല. ഓക്കെ, ഇവർക്ക് സിഗ്മ എച്ച് ഇല്ല. അപ്പൊ സിഗ്മ എച്ച് ആബ്സെന്റ് ആണെങ്കിൽ നമ്മൾ ആ സിഗ്മ വി എന്തായിരിക്കും പറയുന്നത്? സിഗ്മ ഡി എന്നായിരിക്കും പറയുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ഓഡ് നമ്പർ ആണ്. ഇവർ C5 ആണ് ഇവർക്ക് ആക്സിസ്. അതൊരു ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പർ ആയതുകൊണ്ട് ഇവർക്ക് എന്തില്ല? സിഗ്മ വി ഇല്ല. ഇവർക്ക് സിഗ്മ ഡി മാത്രമേ ഉള്ളൂ. അതുപോലെ ടോട്ടൽ 5 സിഗ്മ ഡി മാത്രമേ ഇവർക്ക് പോസിബിൾ ആയിട്ടുള്ളൂ. ഇവർക്ക് സിഗ്മ എച്ചും ഇല്ല. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെച്ചോണം. അതുകൊണ്ട് ഇവരുടെ പോയിന്റ് ഗ്രൂപ്പ്, നമ്മൾ പോയിന്റ് ഗ്രൂപ്പ് പിന്നെ പഠിക്കും, അതിപ്പോ ഓർത്ത് വെക്കാണ്ടി പറയുവാണ്. സ്റ്റാഗേർഡ് ഫെറോസിന്റെ പോയിന്റ് ഗ്രൂപ്പ് D5D ആണ്. D5D, കാരണം ഇവർക്ക് സിഗ്മ എച്ച് പ്രസന്റ് അല്ല. പക്ഷെ എക്ലിപ്സ്ഡ് ഫെറോസിന് സിഗ്മ എച്ച് പ്രസന്റ് ആണ്. അതിന്റെ സ്ട്രക്ചർ അവൈലബിൾ അല്ല. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം എക്ലിപ്സ്ഡ് ഫെറോസിന് എന്താണ്? സിഗ്മ എച്ച് പോസിബിൾ ആണ്. അതുകൊണ്ട് അവരുടെ പോയിന്റ് ഗ്രൂപ്പ് D5H ആയിരിക്കും. സ്റ്റാഗേർഡിന്റേത് D5D, മാറിപ്പോവരുത്. സ്റ്റാഗേർഡ് ഫെറോസിന്റെ പോയിന്റ് ഗ്രൂപ്പ് D5D ഇപ്പൊ നമ്മൾ കണ്ടത്. കാരണം ഇവർക്ക് എന്തില്ല? സിഗ്മ എച്ച് പോസിബിൾ അല്ല. ഓക്കെ, എക്ലിപ്സ്ഡിനാണെങ്കിൽ അവരുടെ പോയിന്റ് ഗ്രൂപ്പ് D5H ആണ്. കാരണം ആ എക്ലിപ്സ്ഡിന് എന്താണ്? D5 സിഗ്മ എച്ച് പ്രസന്റ് ആണ്. അതുകൊണ്ടാണ് അവർക്ക് D5H പോയിന്റ് ഗ്രൂപ്പ്. ഓക്കെ, ഇനി നമ്മൾ ഇൻവേർഷൻ സെന്ററിന്റെ കുറച്ച് എക്സാമ്പിൾസ് കണ്ടായിരുന്നല്ലോ. ഹെക്സ അക്വ കോപ്പർ. ഇതിലൊരു ഇൻവേർഷൻ സെന്റർ ഞാൻ കാണിക്കുവാണെങ്കിൽ നോക്കാം. ഇതിന്റെ ആ കോപ്പറിന്റെ ഉള്ളിലാണ് അവിടുത്തെ, നമുക്ക് കാണാൻ കഴിയല. ആ കോപ്പറിന്റെ ഉള്ളിലാണ് ഇവരുടെ ഇൻവേർഷൻ സെന്റർ. ഇൻവേർട്ട് ചെയ്യാൻ കഴിയും, കണ്ടോ? ഇതിന്റെ ഉള്ളിലാണ് ഹെക്സ അക്വ കോപ്പർ. ഇതിന്റെ ആ കോപ്പറിന്റെ അകത്താണ് ആ ഇൻവേർഷൻ സെന്റർ. അപ്പൊ നടുവിലൂടെ പോവാണ്. അപ്പൊ നമുക്ക് ഇൻവേർട്ട് ചെയ്യാൻ കഴിയും. ഇവർക്കൊരു C4 ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണുള്ളത്. C4. ഇവരുടെ സിഗ്മ നോക്കുവാണെങ്കിൽ ഇതാണല്ലേ C4, അതിന് പെർപെൻഡിക്കുലർ അല്ലേ ഇത്. സോ അത് നമ്മൾ സിഗ്മ എച്ച് എന്ന് പറയും. ഇതിന് പെർപെൻഡിക്കുലർ ആണ് സിഗ്മ എച്ച്. സിഗ്മ വി അതിന് തന്നെ പാരലായിട്ട് ഒരെണ്ണം. വേറൊരു സിഗ്മ വി പാരലായിട്ട് റിഫ്ലക്ട് ചെയ്തു.
വേറൊരു സിഗ്മ വി, സോറി ഇത് സിഗ്മ ഡി, കാരണം ഇതിന് C4 ആക്സിസ് ആണ്. അപ്പൊ നമ്മൾ തെറ്റിപ്പോയത് C4 ആക്സിസ് ആണെങ്കിൽ ഹാഫ് അത് 2 സിഗ്മ വിയും 2 സിഗ്മ ഡിയും ആയിരിക്കും. ഇതൊരു സിഗ്മ ഡി ആണ്. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആകും. രണ്ട് C2വിനെ കട്ട് ചെയ്ത് പോകുന്ന, ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയി. രണ്ട് C2വിനെ കട്ട് ചെയ്ത് പോകുന്ന പ്ലെയിന് ഇവിടെയും രണ്ട് C2വിനെ കട്ട് ചെയ്ത് പോയി, റിഫ്ലക്ട് ചെയ്തു. ഓക്കെ, ഓക്കെ. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ കേസിൽ നമ്മൾ അവരുടെ ഐ റെപ്രസെന്റ് ചെയ്തായിരുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇത്രയാണ് പഠിച്ചത്. ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് പ്ലെയിൻ ഓഫ് സിമെട്രിയിൽ 3 പ്ലെയിൻ ഓഫ് സിമെട്രി നമുക്ക് പഠിക്കാനുണ്ട്. സിഗ്മ വി, സിഗ്മ എച്ച്, സിഗ്മ ഡി. സിഗ്മ വി എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ളവരായിരിക്കും. സിഗ്മ എച്ച് ആണെങ്കിൽ പെർപെൻഡിക്കുലർ ടു പ്രിൻസിപ്പൽ ആക്സിസ്, അതൊരു മോളിക്കൂൾ ഒന്നെങ്കിൽ 0, ഒന്നെങ്കിൽ ആബ്സെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 പ്രസന്റ് ആവുള്ളൂ. ഡൈഹീഡ്രൽ അതെന്ന് വെച്ചാൽ രണ്ട് C2 ആക്സിസിന്റെ ആംഗിളിനെ ബൈസെക്ട് ചെയ്തു പോകുന്ന ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി. ഓക്കെ, ഇനി നമുക്ക് സിഗ്മ വിയും സിഗ്മ എച്ചും സിഗ്മ ഡിയും സിഗ്മ വിയും രണ്ടുപേരും പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആണ്. ഓക്കെ, അപ്പൊ അതിൽ ഏതാണ് സിഗ്മ ഡി ഏതാണ് സിഗ്മ വി എന്ന് നമുക്ക് കണ്ടുപിടിക്കാനാണ് നമ്മൾ സിഗ്മ എച്ച് പ്രസന്റ് ആണോ ആബ്സെന്റ് ആണോ എന്ന് നോക്കുക. സിഗ്മ എച്ച് പ്രസന്റ് ആണെങ്കിൽ ആ പാരലൽ ആയിട്ട് പോകുന്ന പ്രിൻസിപ്പൽ ആക്സിസ് പ്ലെയിൻ ഓഫ് സിമെട്രി എന്ന് പറയുന്നത് സിഗ്മ വി ആയിരിക്കും. ഇനി സിഗ്മ എച്ച് ആബ്സെന്റ് ആണെങ്കിൽ നമ്മൾ അതിനെ സിഗ്മ ഡി എന്ന് വിളിക്കും. ഇനി ഒരു CN ആക്സിസ് ഉള്ള ഒരു മോളിക്യൂളിന് ഒരു N നമ്പർ, ആ N എന്ന് പറയുന്നത് ഈവൻ ആണെങ്കിൽ അതില് ഹാഫ് സിഗ്മ ഡിയും ഹാഫ് സിഗ്മ വിയും ആയിരിക്കും. ഇനി ആ N ഓഡ് ആണെങ്കിൽ അവർക്ക് എന്ത് കാണില്ല, സിഗ്മ ഡി കാണില്ല, സിഗ്മ വി മാത്രമേ അവർക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് പിന്നെ അങ്ങനെ ഓരോ മോളിക്യൂൾ എടുത്തു, അവരുടെ സിഗ്മ വി സിഗ്മ എച്ച് ചെക്ക് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, ഇൻവേർഷൻ സെന്റർ അല്ലെങ്കിൽ സെന്റർ ഓഫ് ഇൻവേർഷൻ ആണ് നമ്മൾ പറഞ്ഞത്. അതെന്ന് വെച്ചാൽ അത് ഒന്നെങ്കിൽ ഒരു മോളിക്യൂളിന്റെ സെന്ററിലായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്പേസിന്റെ സെന്ററിലായിരിക്കും. അതായത് നമ്മൾ ബെൻസീനിലൊക്കെ കണ്ടില്ലേ, ബെൻസീനിലൊക്കെ ഇൻവേർഷൻ സെന്റർ എന്ന് പറയുന്നത് ഒരു സ്പേസിന്റെ സെന്ററിലാണ്. ഓക്കെ, പക്ഷേ പ്ലാറ്റിനം ഈ ഒരു കേസിലാണെങ്കിൽ ഇൻവേർഷൻ സെന്റർ എന്ന് പറയുന്നത് ആ മോളിക്യൂളിന്റെ ഉള്ളിലാണ്. അപ്പൊ ഒന്നെങ്കിൽ ആ മോളിക്യൂളിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു സ്പേസിലായിരിക്കും ഇൻവേർഷൻ സെന്റർ. ഓർക്കേണ്ടത് ഇൻവേർഷൻ സെന്റർ നമ്മൾ എല്ലാ സൈഡിലോട്ടും പോയി നോക്കണം. ഒരു സൈഡിലോട്ട് മാത്രം നോക്കിയിട്ട് സെയിം ആറ്റത്തിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അത് ഇൻവേർഷൻ സെന്റർ പോസിബിൾ ആവില്ല. എല്ലാ സൈഡിലോട്ടും നമ്മൾ എല്ലാ മോളിക്യൂളിൽ എല്ലാ സൈഡിലോട്ടും പോയി നോക്കിയിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ആ കാണുന്ന സെയിം ആറ്റത്തിനെ തന്നെ ആണെങ്കിൽ നമുക്ക് ഇൻവേർഷൻ സെന്റർ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ആ ഇൻവേർഷൻ സെന്റർ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് കണ്ടു. സ്പേസിലുള്ളതും ആ മോളിക്യൂളിനുള്ളിലുള്ളതും കണ്ടു. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു സിമെട്രി എലമെന്റും കൂടെ പഠിക്കാനുണ്ട്, ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് സിമെട്രി. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.